السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. നമുക്കിന്ന് സൂറത്തുൽ ബഖറ 96-ാമത്തെ ആയത്ത് മുതൽ 104-ാമത്തെ ആയത്ത് വരെയാണ് പറയാനുള്ളത്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وَلَتَجِدَنَّهُمْ أَحْرَصَ النَّاسِ عَلَى حَيَاةٍ وَمِنَ الَّذِينَ أَشْرَكُوا وَلَتَجِدَنَّهُمْ സത്യമായിട്ടും അങ്ങ് അവരെ എത്തിക്കും. ലാമു കസമിൻ്റെ ലാമാണ് വലത്തജിന്നയിലെ ലാം. അഹറസന്നാസ് ജനങ്ങളിൽ ഏറ്റവും ആർത്തിയുള്ളവരായിട്ട്, അലാ ഹയാത്ത് ജീവിതത്തിന് ജീവിക്കാൻ താല്പര്യമുള്ളവരായിട്ട്, അഹറസ താല്പര്യമുള്ളവരായിട്ട് ആരക്കാൽ മിനല്ലദീന ഒരു കൂട്ടരക്കാർ അഷ്റഖു അവർ ശിർക്ക് വെച്ചിരിക്കുന്നു. മുശ്രിക്കീങ്ങളായ ആളുകളെ മുശ്രിക്കീങ്ങൾക്കുള്ളതിനേക്കാൾ താല്പര്യം നിങ്ങൾക്കാണുള്ളത്. എങ്ങനെയാണ് മുശ്രിക്കീങ്ങളാണ്? അൽ മുൻകിരീന ലിൽ ബഅസി അൽ മുൻകിരീന നിഷേധിക്കുന്ന ലിൽ ബഅസി പുനർജീവിതത്തെ അലൈഹ ആ ജീവിതത്തിന്മേൽ. അപ്പൊ ജീവിതത്തിന് മേലെ ഒരു പുനർജീവിതം ഉണ്ട് എന്ന് വിശ്വസിക്കാത്ത, അതിനെ നിഷേധിക്കുന്ന മുശ്രിക്കീങ്ങളുണ്ടല്ലോ, ആ മുശ്രിക്കീങ്ങളെക്കാൾ ആഗ്രഹമുള്ളവരായിട്ട് സത്യമായിട്ടും അങ്ങ് ആരെത്തിക്കും? അവരെ എത്തിക്കും. ഈ ജൂതന്മാരെത്തിക്കുന്നു. ജൂതന്മാരാണല്ലോ പറഞ്ഞിരിക്കുന്നത് എന്ത്, അവർക്ക് അള്ളാഹുവിൻ്റെ അടുക്കൽ പ്രത്യേക ഭവനമുണ്ട്, അങ്ങനെയൊക്കെ നിങ്ങൾ മരണത്തെ കൊതിച്ചൂടെ എന്നൊക്കെ ചോദിച്ചിട്ടാണല്ലോ കന്യായത്ത് പറഞ്ഞത്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞാടെ തഫ്സീറിലായിട്ട് മിൻ കുഫ്രിഹിം ബിൻ നബിയിൽ മുസ്തൽസിമിൽ കദിബിഹിം എന്ന് പറഞ്ഞിട്ടുണ്ട്. അവിടെ ആ അൽ മുസ്തൽസിമി എന്നുള്ളത് കുഫ്രിഹിം എന്നതിൻ്റെ സിഫത്താണ്, അവിടെ കുഫറിൻ്റെ സിഫത്താണ്. എന്തായാലും എന്തേ അങ്ങനെ ലി എൽമിഹിം, എന്താണ് മുശ്രിക്കീങ്ങളെക്കാൾ താല്പര്യം എന്ന് പറയുന്നത്? ലി എൽമിഹിം അവർ മനസ്സിലാക്കിയത് കാരണത്താൽ എന്ത് കാരണം ഇവർ കൂടുതൽ ആഗ്രഹമുള്ളവരാകാൻ കാരണം എന്താണ്? ഈ ദുനിയാവ്യായ ജീവിതത്തിന് മേലെ ആഗ്രഹമുള്ളവരാകാൻ കാരണം എന്താണ്? ഈ ജൂതന്മാരില്ലേ എൽമിഹിം അവർക്കറിയാവുന്ന കാരണത്താൽ അന്ന മുസീറഹും നിശ്ചയം അവരുടെ മടക്കസ്ഥലം, അവരായിത്തീരുന്ന സ്ഥലം അന്നാർ നരകമാണ്. അപ്പം ജൂതന്മാർക്കറിയാമല്ലോ, അവർ വേദമൊക്കെ പഠിച്ചവരല്ലേ, വേദം പഠിച്ചവർക്കറിയാം ഇങ്ങനെയാണ് ദുനിയാവിൽ ജീവിക്കുന്നത്, ഇങ്ങനെയാണ് ദുനിയാവിൻ്റെ പോക്കങ്ങൾ, ദുനിയാവിലുള്ളവരുടെ പോക്കങ്ങൾ, ആഖിറത്തിലുള്ളവർക്ക് നരകമാണെന്ന് അവർക്കറിയാം. അതുകൊണ്ട് ഇവരെന്ത് ചെയ്യൂല, അവർ തീരെ എന്തിനെ ആഗ്രഹിക്കൂല, ജീവിതം ഒഴിവാക്കാൻ ആഗ്രഹിക്കുമല്ലോ. ജീവിതം ഒഴിവാക്കിയാൽ പിന്നെ അടുത്ത പുനർജീവിതത്തിൽ ആകെ കഷ്ടമായിരിക്കുമല്ലോ. അപ്പോൾ മുശ്രിക്കീങ്ങളെക്കാൾ ഇവർക്കായിരിക്കും ആഗ്രഹമെന്ന്. പിന്നെ ദൂനൽ മുശ്രിക്കീങ്ങളെ കൂടാതെ അതിൻ്റെ അങ്ങനെ ലിംഗാരിഹിം അവർ നിഷേധിക്കുന്ന കാരണത്തല്ല അതിനെ ബാസിനെ അവർ നിഷേധിക്കുന്നുണ്ട് മുശ്രിക്കീങ്ങൾ. അപ്പോൾ മുശ്രിക്കീങ്ങൾ അങ്ങനെ ഒന്നും പ്രത്യേകം പേടിക്കൊന്നുമില്ല. അല്ല ഇനി ആഖിറുണ്ട്, ആഖിറത്തിൽ നാറ് വരും, നരകം ഉണ്ടാവും എന്നുള്ള അവർ പേടിക്കൊന്നുമില്ല. പക്ഷേ ഈ ജൂതന്മാർക്ക് പേടിയുണ്ട്. ഇവിടെ തന്നെ താമസിക്കാനാണ് അവർ ആഗ്രഹിക്കുന്നത്. യവദ്ദു യതമന്ന അവരാഗ്രഹിക്കും. യവദ്ദു അഹദുഹും അവരിൽ ഓരോരുത്തരും ആഗ്രഹിക്കുന്നു. അല്ല യഉമ്മറു തനിക്ക് ആയുസ് കൂട്ടി നൽകപ്പെട്ടിരുന്നുവെങ്കിൽ അൽഫസന 1000 കൊല്ലം. ഇവിടുത്തെ ലഹു മസ്തരി ആയുസ് നീട്ടിക്കൊടുക്കപ്പെടുക എന്നുള്ളൊരു മസ്തരിയായ ഒരർത്ഥമാണ്. ബിമാന അന്നിൻ്റെ അർത്ഥമില്ലേ, അന്ന് മസ്തരിയായ മസ്തരിയത്തായിട്ടുള്ള അതേപോലെ തന്നെ എന്താണ് ഒന്നാണ് ലവുവിൻ്റെ അർത്ഥം. വഹിയ എന്തായാലും അത് ഈ ലവ് എന്നുള്ളത് ബിസിലത്തി അതിൻ്റെ സിലയോടുകൂടി ലവ് മൗസൂലായിരിക്കുമല്ലോ, ഹർഫിയായ മൗസൂലായിരിക്കും. മായും മസ്തരിത്തായ മായും അന്നും ലവും ഒക്കെ. അപ്പം അതിൻ്റെ കൂടെ ഉള്ളത് അതിന് ശേഷമുള്ള എന്തായിരിക്കും? സിലയായിരിക്കും. അപ്പോൾ വഹിയ ഈ ലവ് അമ്മർ എന്നുള്ളതല്ല, ആ ലവ് ബിസിലത്തി അതിൻ്റെ സിലയോടുകൂടി ഫി തവീലി മസ്തരിൻ ഒരു മസ്തറിൻ്റെ തവീലിലായിരിക്കും, വ്യാഖ്യാനത്തിലായിരിക്കും. മഫ്ഊലുൻ യവദ്ദുവിൻ്റെ മഫ്ഊലാകുന്ന ഒരു മസ്തറിൻ്റെ തവീലായിരിക്കും എന്ന് വെച്ചാൽ ഒരു യവദ്ദുവിൻ്റെ മഫ്ഊലായി വരുന്ന ഒരു മസ്തർ കൊണ്ട് തവീൽ ചെയ്യപ്പെടുന്നതാണെന്ന്. അതായത് ഈ അമ്മറിന് എന്തായിരിക്കും? തമീർന്നായിരിക്കും. അപ്പം എന്താണ് യവദ്ദു അഹദഹും അവരിൽ ഓരോരുത്തരും ആഗ്രഹിക്കും തമീറഹും അൽഫസന അവർക്ക് ആയുസ് നീട്ടി നൽകപ്പെടൽ 1000 കൊല്ലത്തേക്ക്. അപ്പം തമീർ എന്ന മാനയായിരിക്കും അവിടെ ഉണ്ടാവുകയെന്ന്. ഇനി വമാഹുവ അവനല്ല ഐ അഹദുഹും അവല്ല അഹദുഹും ഇല്ലേ, നമ്മൾ യവദ്ദു അഹദുഹും എന്ന് പറഞ്ഞാൽ ഒരാൾ അല്ല. ബി മുസഹസിഹി എന്ന് വെച്ചാൽ ബി മുബ്ഇദിഹി അബഅദയുടെ ഇസ്മു ഫാഇൽ അവനെ വിദൂരത്ത് എന്താണ് അവനെ അകറ്റുന്നതല്ല, അവനല്ല ബി മുസഹസിഹി അവനെ അകറ്റുന്നതല്ല,
മിനൽ അദാബി ശിക്ഷയിൽ നിന്നും, അദാബെന്ന് വെച്ചാൽ അന്നാർ നരക ശിക്ഷയിൽ നിന്നും എന്തകറ്റുന്നതല്ല അയ്യോ അമ്മറ അവന് ആയുസ് നീട്ടി നൽകപ്പെടല്. ഫായില് മുസഹരിഹി, മുസഹരിഹി എന്ന ഇസ്മുൽ ഫായിൽ ഉണ്ടല്ലോ, അതിൻ്റെ ഫായിലാണ് അയ്യോ അമ്മറ എന്നുള്ളത്. അതായത് തമീറുഹു അവന് ആയുസ് നീട്ടി നൽകപ്പെടൽ എന്നർത്ഥം വരും. അതായത് വമാഹുവ ബി മുസഹരിഹി അവനല്ല, ബി മുസഹരിഹി അവനെ അകറ്റുന്നതല്ല, എന്തിനെ തൊട്ട്, ശിക്ഷയെ തൊട്ട്, മിനൽ അദാബി ശിക്ഷയെ തൊട്ട് അകറ്റുന്നതല്ല അയ്യോ അമർ അവൻ ആയുസ് കൂട്ടി നൽകപ്പെട്ടത്. അഥവാ ഈ ജൂതന്മാരിൽപ്പെട്ട ഓരോരുത്തരുണ്ടല്ലോ, അവർക്ക് കുറെ 1000 കൊല്ലം നീട്ടി നൽകിയാൽ അവരെ ശിക്ഷ എന്താവൂല, അകന്നൊന്നും പോകില്ല. 1000 കൊല്ലം ഉള്ള ആയുസ് നീട്ടി കൊടുത്തെന്ന് വെച്ചാൽ 1000 കൊല്ലം കഴിഞ്ഞാൽ അവർക്ക് വീണ്ടും എന്തുണ്ടാവും, വയസ്സുണ്ടാവും. ഇവിടുത്തെ ജീവിതം എങ്ങനെയാണെന്ന് കഴിയുമല്ലോ. എത്ര നീട്ടിക്കൊള്ളു, 1,00,000 കൊല്ലം ജീവിച്ചാലും അതിനുശേഷം അവർക്ക് ഉഹ്റവിയായ ജീവിതം വരും. ആ ജീവിതത്തിൽ അവർക്ക് എന്തായാലും ശിക്ഷ ഉണ്ടാവുന്നത്. അതായത് ആയുസ് നീട്ടി എന്നുള്ള പേരിൽ അവൻ്റെ ശിക്ഷ ഒഴിവാക്കപ്പെടൂല എന്ന്. അല്ലാഹു തആല ബസീറും ബിമാ യഅമലൂൻ അവർ പ്രവർത്തിക്കുന്നതിനെ പറ്റി കാണുന്നവനാണ്. ബിൽ യാഇ വത്താഇ എന്ന യാകൊണ്ടും താകൊണ്ടും തഅമലൂൻ എന്ന് യഅമലൂൻ എന്നൊക്കെ ഖിറാഅത്തുണ്ട്. എന്നിട്ട് ഫൈജാസിഹിം അവർക്ക് പ്രതിഫലം നൽകും അല്ലാഹു തആല. വസഅല ഇബ്നു സൂറയ്യ എന്ന ആൾ ചോദിച്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടോ ഉമർ അല്ലെങ്കിൽ ഉമർ റളിയല്ലാഹു അൻഹുവിനോട് ആരോടോ ചോദിച്ചു. അമ്മൻ ഒരാളെ പറ്റി ചോദിച്ചു. വരുന്ന ബിൽ വഹിയുമായിട്ട് വരുന്ന ഒരാളെ പറ്റി ചോദിച്ചു. അതാരാണ് വഹിയുമായിട്ട് വരുന്നത്? ആ ഒരാൾ ആരനാൽ മിനൽ മലായികത്തി മലക്കുകളാൽ. അപ്പം മലക്കളുടെ കൂട്ടത്തിൽ നിന്ന് ആരാ നിങ്ങൾക്ക് വഹിയായിട്ട് വരുന്നുണ്ടോ, അത് ആരാന്ന് ചോദിച്ചു. അപ്പം ഫഖാല നബിയാണോ ഉമറാണോ റളിയല്ലാഹു അൻഹു സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തായാലും ആ ചോദ്യം ചോദിക്കപ്പെട്ട വ്യക്തി എന്ന് പറഞ്ഞു ജിബ്രീൽ അലൈഹിസ്സലാം എന്ന് പറഞ്ഞു. ഞങ്ങൾക്ക് വഹിയായിട്ട് വരുന്ന ആരാണ്? ജിബ്രീൽ അലൈഹിസ്സലാമാണ് ഖുർആൻ എന്ന് വഹിയായിട്ട് വരുന്നതെന്ന് പറഞ്ഞു. അപ്പം ഫഖാല ഈ ഇബ്നു സൂറയ്യ എന്ന് പറഞ്ഞ അയാൾ പറഞ്ഞു ഹുവ അദൂന അവൻ ഞങ്ങളുടെ ശത്രുവാണ്, ജിബ്രീൽ ഞങ്ങളുടെ ശത്രുവാണ്. എന്താ കാരണം? ബിൽ അദാബ് അവൻ എന്ത് ചെയ്യും, ശിക്ഷയായിട്ട് വരുന്നത്, ഞങ്ങൾക്ക് ശിക്ഷയായിട്ട് വരുന്ന ആളാണ് ജിബ്രീൽ. അതുകൊണ്ട് ഞങ്ങൾക്ക് അവനെ ഉൾക്കൊള്ളാൻ കഴിയില്ല, ജിബ്രീൽ നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല, നമ്മുടെ ശത്രുവാണെന്ന് പറഞ്ഞു. ആര്? ഈ ഇബ്നു സൂറയ്യ. ഓരോ കാരണം മീക്കായിൽ, അതെങ്ങനെ മീക്കാലായിരുന്നു. അതായത് മീക്കാൽ എങ്ങനെയാണ് നിങ്ങൾക്ക് ഈ ഖുർആന്റെ വഹിയായിട്ട് വരുന്നതെങ്കിൽ ഞങ്ങൾ വിശ്വസിക്കാറുണ്ട്, തീർച്ചയായും ഞങ്ങൾ വിശ്വസിച്ചിരുന്നേനെ. കാരണം എന്താ അല്ലേ കാരണം മീക്കായിൽ ബിൽ ഹസ്ബി ക്ഷേമത്തെ കൊണ്ടുവരുന്നുണ്ട്. മീക്കായിൽ വരും ബിൽ ഹസ്ബി ക്ഷേമവുമായിട്ട് വരും, സൽമി രക്ഷയുമായിട്ടൊക്കെ വരും. മീക്കായിൽ അനുഗ്രഹം കൊണ്ടുവരുന്ന ആളാണ്, ജിബ്രീൽ ശിക്ഷ കൊണ്ടുവരുന്ന ആളാണ്. അപ്പം ജിബ്രീൽ ഞങ്ങളുടെ ശത്രുവാണ്, അതുകൊണ്ട് ഞങ്ങൾ ഖുർആനൊന്നും അംഗീകരിക്കില്ല എന്ന് പറയും. അങ്ങനെ ഫനസന അങ്ങനെ ആയത്തിറങ്ങി. എന്താണ്? ഖുൽനഹും നബിയെ അങ്ങവരോട് പറയണേ, ആരെങ്കിലും ഖാനവനായി അത് വല്ലി ജിബ്രീലിനോട് അവൻ ശത്രുവായി, അതായത് ജിബ്രീലിനോട് അവൻ ശത്രുത വെച്ചു, അങ്ങനെയെങ്കിൽ ഫല്യമത്ത് അവൻ മരിച്ചല്ലേ, അവൻ മരിച്ചോട്ടെ. ദേഷ്യം ഉണ്ടെങ്കിൽ അവൻ എന്താട്ടെ, അവൻ തന്നെ മരിച്ചോട്ടെ. ജിബ്രീൽ അല്ല, ആര്? ഈ ജിബ്രീലിനോട് കോപമുള്ള ആള് മരിച്ചോട്ടെ. കാരണം എന്താ? ഫഇന്നഹു നസ്സലഹു കാരണം ജിബ്രീൽ അലൈഹിസ്സലാം നസ്സലഹു അതിനെ ഇറക്കി, അയിൽ ഖുർആനെ ഇറക്കി, അല ഖൽബിക അങ്ങയുടെ ഹൃദയത്തിന്മേൽ ബി അംരില്ല സമ്മതം, ബി അംരിന് കൽപ്പന, അള്ളാഹുവിൻ്റെ കൽപ്പന, അള്ളാഹുവിൻ്റെ സമ്മതപ്രകാരം ഖുർആനിനെ ഇറക്കി, അതിനെ ഇറക്കി. അത് തന്നെ എന്തായ നിലക്ക് മുസദ്ദിഖ അംഗീകരിക്കുന്ന നിലക്ക് ലിമാ ഒന്നിന് ബൈനയദൈഹി അതിൻ്റെ മുമ്പുള്ള ഒന്നിനെ എന്ന് വെച്ചാൽ ഖബ്ലഹു ആ ഖുർആന്റെ മുമ്പുള്ള എന്തൊക്കെയാണോ മിനൽ കുതുബി കിതാബുകളാൽ സബൂർ ഇഞ്ചീൽ തൗറാത്ത് അതിനെ അംഗീകരിക്കുന്ന നിലക്ക് ഖുർആനെ ആ ജിബ്രീലാണ് അങ്ങയുടെ ഹൃദയത്തിന്മേൽ ഇറക്കി തന്നത്. എന്നിട്ട് എന്തായിട്ട് മുസദ്ദിഖാണ് വഹുദൻ സന്മാർഗമായിട്ടും മിനൽ ളലാലത്തി ദുർമാർഗത്തിൽ നിന്നുള്ള സന്മാർഗമായ നിലക്കും വബുശ്ര സന്തോഷ വർത്തമാനം അറിയിക്കുന്നതായിട്ട് സന്തോഷവാർത്തയായിട്ടും ബിൽ ജന്ന സ്വർഗം കൊണ്ട് ലിൽ മുഅ്മിനീങ്ങൾക്ക് വീണ്ടും പറയാണ് ആരെങ്കിലും അവനായി അതുപോലെ ശത്രുവായി ലില്ലാഹി അള്ളാഹുവിനോട് വമലായികതി അള്ളാഹിൻ്റെ മലക്കുകളോടും വറുസുലിഹി അവൻ്റെ മുർസലീങ്ങളോടും ജിബ്രീൽ അലൈഹിസ്സലാമിനോടും ബി കസറിൽ ജീമിന് കസർ ചെയ്തിട്ടും ഫതഹിഹ ബില ഹംസ കൂടാതെ ഫത്ത് ചെയ്തിട്ടുണ്ട്. അപ്പം ജബരീൽ പിന്നെ വബിഹി എന്ന് വെച്ചാൽ എന്തോടുകൂടിയും ഹംസയോടുകൂടി. അപ്പോൾ ജബ്രഈൽ, അപ്പോൾ 3 ഖിറാഅത്ത് പറഞ്ഞു, ജബരീൽ ജബ്രഈൽ അല്ല ജബ്രഈൽ പിന്നെ യാഓടും കൂടി. അപ്പം ജബ്രായിൽ
ജബ്രായിലല്ല ജബ്രഈൽ. അതൂനി അത് കൂടാതെയും ഈ എന്താണ് ഈ യാ കൂടാതെ ഒന്നും കൂടെ 4 ഖിറാത്തുകൾ. ഒന്ന് ബി കസറിൽ ജീമി, ജീമിന് കസറ ചെയ്തിട്ട് ജിബ്രീൽ എന്ന്. പിന്നെ ഫത്തിഹിഹ ബില ഹംസ, ഹംസ കൂടാതെ ഫത്ത് ചെയ്തിട്ട് ജബ്രീൽ. പിന്നെ വബിഹി ഏത് ഹംസയോട് കൂടി ബി യാഓട് കൂടി യാവും ഹംസയൊക്കെ വന്നിട്ട്. അപ്പം എങ്ങനെയാണ് ജബ്രഈൽ. പിന്നെ ദൂനഹ ഹംസ ഉണ്ടാവും പക്ഷെ എന്തുണ്ടാവൂല, യാ ഉണ്ടാവൂല. അപ്പം ജബ്രഈൽ. അങ്ങനെ 4 ഖിറാത്ത്. ജിബ്രീൽ, ജബ്രീൽ, ജബ്രഈൽ, ജബ്രഈൽ. മീക്കാല, മീക്കായിൽ നബി മീക്കായിൽ മലക്ക് അലൈഹിസ്സലാം. അപ്പം അവരോടും എന്തായി ശത്രുത പുലർത്തിയാൽ, ശത്രുവായാൽ അത്തുഫ് അല മലായിക്കത്ത്, അത്തുഫ് അൽ മലായിക്കത്ത് മലക്കുകൾ മേലെ അത്തുഫ് ചെയ്യപ്പെട്ട മഅത്തൂഫാണ് മീക്കായിൽ എന്നുള്ളത്. അപ്പം ജിബ്രീലിന് മീക്കാലിലൊക്കെ മഅത്തൂഫ് അൽ ഏതാണ്, മലായിക്കത്ത് എന്ന് പറഞ്ഞാണ്. പിന്നെ അത്തുഫിൽ ഹാസി അലൽ ആമി, ഹാസിന് ആമിനെ മേലെ അത്തുഫ് ചെയ്യപ്പെട്ടതിൽ പെട്ടതാണ്. അതായത് ഇവിടുത്തെ എന്താണ് ആമായത് ഏതാണ്, മലായിക്കെന്ന് പറഞ്ഞാൽ എല്ലാ മലക്കുകളും. പിന്നെ അതിന് പ്രത്യേകിച്ച് ഹാസായ ജിബ്രീലിനെയും മീക്കാലിനെയും പിന്നെ എടുത്തു പറഞ്ഞു. അങ്ങനെയുള്ള അത്തുഫ് ചെയ്യലാണിത്, അതിൽ പെട്ടതാണിത്. വഫീ ഖിറാഅത്തിൻ, മറ്റൊരു ഖിറാഅത്തിലുണ്ട് എന്ത് മീകായിൽ ബി ഹംസിൻ വയാഇൻ. ഇതിപ്പം മീകാല എന്നാണ് നമ്മുടെ ഇപ്പോൾ ഇവിടെയുള്ള ഖിറാഅത്ത് മീകാല എന്നാണ്. ഇനി മറ്റൊരു ഖിറാഅത്തിലുണ്ടെന്ന് മീകായില എന്നുണ്ട് ബി ഹംസിൻ വയാഇൻ, ഹംസയും യാവും ഒക്കെ കൂടിയിട്ട്. അഫി ഉഖറ, മറ്റൊരു ഖിറാഅത്തിലുണ്ട് ബിലാ യാ, യാ ഇല്ലാതെ ഹംസ മാത്രം. അപ്പം മീകയില, മീകായില, മീകായില എന്നുണ്ടാവും. ഇതിൽ മീകായിൽ. അപ്പം ഈ മീകായിലിൻ്റെ വിഷയത്തിൽ 3 ഖിറാഅത്ത്. മീകാൽ 2, മീകായിൽ 3, മീകായിൽ 3 ഖിറാഅത്ത്. അങ്ങനെ ഞാൻ ഇവരോടൊക്കെ ആരും ശത്രു വെച്ചാൽ, അതായത് ശത്രുവായി തീർന്ന അവരോടൊക്കെ ഫഇന്നല്ലാഹ, നിശ്ചയം അല്ലാഹു തആല അദുവുൽ കാഫിരീൻ, കാഫിരീങ്ങളുടെ ശത്രുവാണ്. ഔഖഅഹു മൗഖി അലഹും, ഔഖഅഹു ഈ കാഫിരി എന്ന പദത്തിനെ അള്ളാഹു സംഭവിപ്പിച്ച് മൗഖി അലഹും, ലഹും എന്ന് പറയേണ്ട സ്ഥാനത്ത്, ലഹുമിൻ്റെ സ്ഥാനത്ത് ബയാനല്ലി ഹാലിഹിം, അവരുടെ അവസ്ഥയെ വ്യക്താക്കാൻ വേണ്ടി. അപ്പം ഇങ്ങനെ പറഞ്ഞാൽ മതി. ഇങ്ങനെ ആരെങ്കിലും അവരോടൊക്കെ ശത്രുതയിലായാൽ ഫഇന്നല്ലാഹ അദുവുൽ ലഹും എന്ന് പറഞ്ഞാൽ മതി. അങ്ങനെയെങ്കിൽ അള്ളയും അവരുടെ ശത്രുവാണ് എന്ന് പറഞ്ഞാൽ മതിയായിരുന്നു. അള്ളാഹും അവരോട് ശത്രുത വെക്കുമെന്ന് പറഞ്ഞാൽ മതിയായിരുന്നു. ലഹു എന്ന് പറയാതെ ലിൽ കാഫിരി എന്ന് പറഞ്ഞ് എന്തിനു വേണ്ടിയാണ്, ആ ലഹുവിൻ്റെ സ്ഥാനത്ത് ലിൽ കാഫിറിനെ കൊണ്ടുവന്ന് ബയാനല്ലി ഹാലിഹിം, അവരുടെ അവസ്ഥയെ വെളിവാക്കാൻ വേണ്ടിയാണ്, ബയാൻ ചെയ്യാൻ വേണ്ടി. അതായത് അവർ കാഫിരീങ്ങളാണ് എന്നും കൂടെ അറിയിക്കാൻ വേണ്ടിയാണ്. വലഖദ് അൻസൽനാ, സത്യമായിട്ടും നാം ഇറക്കിയിലേക്ക് അങ്ങയിലേക്ക് മുഹമ്മദ്, ഓ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആയാത്തിൻ ബയ്യിനാത്ത്, വ്യക്തമായ ദൃഷ്ടാന്തങ്ങളെ, ഐ വാദിഹാത്തിൻ വ്യക്തമായ, അത് ഹാല് എന്താണ്, ഹാലാണ്. ഇലൈക്ക ആയാത്തിൻ ബയ്യിനാത്തിൻ, അവ തന്നെ എന്തായ നിലക്ക്, ആയാത്തിൻ ബയ്യിനാത്ത്, അവ തന്നെ എന്തായ നിലക്ക് വ്യക്തമായ, വാദിഹായ അല്ലെങ്കിൽ ബയ്യിനായ സംഗതികളായ നിലക്ക്. റദ്ദൻ ലി കൗലി ഇബ്നു സുറയ്യ, ഇബ്നു സുറയ്യയുടെ പറച്ചിലിന് മറുപടി ആയിട്ടാണ്. ലിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നബി തങ്ങളോട് അയാൾ പറഞ്ഞതിന് മറുപടി ആയിട്ട്. എന്താ അയാൾ പറഞ്ഞത്, മാ ജിഅ്തനാ ബിശൈഇ, മാ ജിഅ്തനാ ബിശൈഇ, നീ ഞങ്ങൾക്ക് കൊണ്ടുവന്ന ഒന്നും കൊണ്ടുവന്നില്ല. മാ ജിഅ്തനാ, നീ കൊണ്ടുവന്നില്ല മുഹമ്മദ് ഞങ്ങൾക്ക് ബിശൈഇൻ, ഒന്നിനെയും കൊണ്ടുവന്നിട്ടില്ല എന്ന് പറഞ്ഞു. ആര്, ഇബ്നു സുറയ്യ. അപ്പോൾ ഇബ്നു സുറയ്യക്ക് മറുപടി ആയിട്ട് പറയുന്നതാണെന്ത്, വമാ യക്ഫുറു ബിഹാ ഇല്ലൽ ഫാസിഖൂൻ എന്ന് പറഞ്ഞത്. വമാ യക്ഫുറു ബിഹാ, അതിനെ കൊണ്ട് നിഷേധിക്കുന്നില്ല, ആ ആയാത്തിൻ ബയ്യാനത്തിൽ വ്യക്തമായ ദൃഷ്ടാന്തങ്ങളെ കൊണ്ട് നിഷേധിക്കുന്നില്ല, ഇല്ലൽ ഫാസിഖൂൻ, ഫാസിഖീങ്ങളായ തെമ്മാടികളായ ആളുകൾ ഒഴിച്ച്. കഫറു ബിഹാ, അവരതിനെ കൊണ്ട് എന്ത് ചെയ്യും, നിഷേധിക്കുന്നു. അപ്പം തെമ്മാടികളെ അതിനെ നിഷേധിക്കുള്ളൂ ഈ വ്യക്തമായ ദൃഷ്ടാന്തങ്ങളെ. അവക്കുല്ലമ ആഹദു അല്ലാഹ, അവക്കുല്ലമ ആഹദുല്ലാഹ, അവർ അള്ളാഹുവിനോട് കരാർ ചെയ്യുമ്പോഴൊക്കെയും ആണോന്ന്, ആഹദൻ ഒരു കരാർ, അലൽ ഈമാൻ ബിൻ നബി, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് വിശ്വസിക്കുന്നതിൻ്റെ മേൽ. ഇന്ന് ഖറജ, നബി തങ്ങളെങ്ങാനും പുറപ്പെട്ടാൽ, മുമ്പ് അവരങ്ങനെയായിരുന്നല്ലോ, ജൂതന്മാർ ഒരു പ്രവാചകനെ കാത്ത് നിൽക്കുന്നവരായിരുന്നു. അപ്പം ഇങ്ങനെ എങ്ങാനും ഒരു നബി വന്നിട്ട് പുറപ്പെട്ടാൽ, നബിയെ വിശ്വസിക്കുന്നതിൻ്റെ മേലെ അവർ അള്ളാഹുവിനോട് എന്താണ് ഓരോ കരാറ് ചെയ്യുമ്പോഴൊക്കെയും അവൻ നബി അല്ലെങ്കിൽ അവൻ
നബിയ അല്ലെങ്കിൽ നബിയോട് അവർ ഓരോ കരാർ ചെയ്യുമ്പോഴൊക്കെയും ആണോന്ന് അവിടെ അവക്കുല്ലമേൽ ഇസ്തിഫാമിൻ്റെ അർത്ഥമുണ്ട് കേട്ടോ. എന്തിൻ്റെ മേലാണ് നബിയോട് കരാർ ചെയ്യുന്നത്? എന്താ കരാർ ചെയ്യുന്നത്? അല്ലാ അവരെ സഹായിക്കുകയില്ലെന്ന് അലൈഹി നബിതങ്ങൾക്കെതിരെ അൽ മുശ്രിക്കീങ്ങളെ. അപ്പോൾ അള്ളാഹുവിനോട് എന്ത് കരാർ ചെയ്യുന്നു? അള്ളാഹുവിനോട് ഒരു നബി അങ്ങനെ പുറപ്പെട്ട ആ നബീനെ വിശ്വസിക്കുന്നതിന് വേണ്ടി കരാർ ചെയ്യുന്നു. നബിയോടാണെങ്കിലോ എന്താണ്? നബിക്കെതിരെ മുശ്രിക്കീങ്ങളെ സഹായിക്കുകയില്ലെന്നും കരാർ ചെയ്യുന്നു. അപ്പം അങ്ങനെ കരാർ ചെയ്യുമ്പോഴൊക്കെയും നബദഹു അവർ വലിച്ചെറിഞ്ഞു. നബദഹു വലിച്ചെറിഞ്ഞു. എന്താണ്? തറഹു വലിച്ചെറിഞ്ഞു. ഫരീഖും മിൻഹും അവരിൽ നിന്നുള്ള ഒരു കൂട്ടം, അവരിൽ നിന്നുള്ള ഒരു വിഭാഗം ബിനഖലിഹി അതിനെന്ത് ചെയ്യലുണ്ട്? പൊളിക്കൽ കൊണ്ട്, തകർക്കൽ കൊണ്ട്. ജവാബ് കുല്ലമയുടെ ജവാബ് എന്താണ്? കുല്ലമയുടെ ജവാബാണ്. അതായത് അവക്കുല്ലമ അഹദു അഹദ് അവരോരോ കരാർ ചെയ്യുമ്പോഴും ആണോന്ന്, അവർ ഓരോ കരാർ ചെയ്യുമ്പോഴും എന്ത് ചെയ്തവർ? നബദഹു കരാർ ചെയ്യുമ്പോഴൊക്കെ അതിനെന്ത് ചെയ്യും? അവർ വലിച്ചെറിയും. ആ കരാറിനെ കരാർ ഫസ്റ്റ് ചെയ്യും, പിന്നെന്താവും? അവർ വലിച്ചെറിയും. അള്ളാഹുവിനോടാണെങ്കിലും നബിയോടാണെങ്കിലും ആ കരാറിനെ ഒക്കെ അവർ വലിച്ചെറിയും. അപ്പോൾ ജവാബ് കുല്ലമ ആ അവക്കുല്ലമയിലുള്ള കുല്ലമയുടെ ജവാബാണ്. വഹുവ മഹൽ ഇസ്തിഫാം. എന്തായാലും അത് ഇസ്തിഫാമിൻ്റെ മഹല്ലാണ് ഈ അവക്കുല്ലമ എന്ന്. കാരണം അവക്കുല്ലമ ഹംസ വന്നിട്ടുള്ള ഇസ്തിഫാമിൻ്റെ. അത് എങ്ങനെയുള്ള ഇസ്തിഫാമാണ്? അല്ല ഇൻകാരി, മഹല്ലുൽ ഇസ്തിഫാമിൽ ഇൻകാരിയായ ഇസ്തിഫാമിൻ്റെയാണ്. അവർ കരാർ ചെയ്യുമ്പോഴൊക്കെയും അവർ എന്ത് ചെയ്തില്ലേ എന്ന്, കരാർ ചെയ്യുമ്പോഴൊക്കെയും അവരിൽ നിന്നൊരു വിഭാഗം അതിനെ വലിച്ചെറിഞ്ഞില്ലേ എന്നാണ് ആകെ. അപ്പം അള്ളാഹുവിനോടോ അല്ലെങ്കിൽ നബിയോടോ അവരിപ്പം നമ്മൾ പറഞ്ഞ രണ്ടുതരത്തിലുള്ള കരാർ, ഓരോ കരാർ ചെയ്യുമ്പോഴൊക്കെയും അവരിൽ നിന്നൊരു വിഭാഗം ആ കരാറിനെ വലിച്ചെറിഞ്ഞില്ലേ എന്നാണ് ചോദ്യം. അപ്പം നബദഹു എന്നുള്ളത് എന്താണ്? ഈ കുല്ലമയുടെ ജവാബാണ്. പിന്നെ ഇത് ഇസ്തിഫാമിൻ്റെ മഹലാണ്, ഇൻകാരിയായിട്ടുള്ള. അതായത് വലിച്ചെറിഞ്ഞാൻ പാടില്ല എന്നുള്ള ഇതിൽ പറയുന്നതാണ്. ഇന്തിക്കാലിനുള്ള ബല്ലാണ്. മാത്രവുമല്ല അക്സറുഹും അവരിൽ അധികം ആളുകളില്ല ഇമിന് വിശ്വസിക്കുകയുമില്ല. വലംജാഹും അവർക്ക് വന്നപ്പോൾ റസൂലുൻ ഒരു ദൂതൻ മിൻ ഇന്ദില്ലാഹി അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്നും മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്നപ്പോൾ മുസദ്ദിഖുൻ എങ്ങനെയുള്ള റസൂലാണ്? വാസ്തവമാക്കുന്ന ലിമാ ഒന്നിനുമാകും അവരോടൊപ്പം ഉള്ള ഒന്നിനെ വാസ്തവമാക്കുന്ന റസൂൽ വന്നപ്പോൾ നബദ ഫരീഖും മിനല്ലദീന ഊത്തുൽ കിതാബ് നബദ വലിച്ചെറിഞ്ഞു ഫരീഖുൻ ഒരു വിഭാഗം മിനല്ലദീന ഊത്തുൽ കിതാബ് മിനല്ലദീന ഒരു കൂട്ടത്തിൽ നിന്ന് ഊത്തുൽ കിതാബ് അവർക്ക് കിതാബ് നൽകപ്പെട്ടു. അപ്പോൾ കിതാബ് നൽകപ്പെട്ട ഒരു ഒരു വിഭാഗത്തിൽ നിന്നുള്ള ഒരു കൂട്ടം ആളുകൾ വലിച്ചെറിഞ്ഞു. എന്തിനെ വലിച്ചെറിഞ്ഞു? കിതാബ് അള്ളാഹുവിൻ്റെ കിതാബിനെ വലിച്ചെറിഞ്ഞു. ഈ അതായത് തൗറാത്തിനെ വലിച്ചെറിഞ്ഞു. നബിതങ്ങൾ പറയുമ്പോൾ തൗറാത്തിനെയും കൂടെ അവർ അവഗണിച്ച് കളഞ്ഞു. എവിടെയൊക്കെ വലിച്ചെറിഞ്ഞു? പിന്നിലേക്ക് റുഹൂരിഹിം അവരുടെ മുതുകുകളുടെ പിന്നിലേക്ക്. അതായത് വലിച്ചെറിഞ്ഞു ശരിക്കും വലിച്ചെറിഞ്ഞു എന്നല്ല, അമലു അവർ അമല് ചെയ്തില്ല ബിമാ ഒന്നിനെ കൊണ്ട് ഫിഹ തൗറാത്തിലുള്ള ഒന്നുകൊണ്ട്. എന്തിനാണ് ഈമാനിന്റെ റസൂൽ അതായത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് വിശ്വസിക്കില്ല. ഇതൊക്കെ തൗറാത്തിൽ പറയുന്നുണ്ടല്ലോ. അതല്ലാത്തതിനാലും അന്നഹും അവരായതുപോലെ ഉണ്ടല്ലോ അയാളും അറിയാത്തവർ പോലെയുണ്ട് ഒന്നിനെ ഫിഹ തൗറാത്തിലുള്ള ഒന്നിനെ. അതെന്തിനാൽ മിൻ അന്നഹു നബിയുൻ അതെന്താണ്? നബിയാണ്. നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നബിയാണ്. ഹക്കുൻ യഥാർത്ഥ നബിയാണെന്നുള്ള വിഷയം. അല്ലെങ്കിൽ അന്നഹ കിതാബുള്ള അല്ലെങ്കിൽ അത് ഈ ഖുർആൻ ഉണ്ടല്ലോ അത് കിതാബ് അള്ളാഹുവിൻ്റെ കിതാബാണ് എന്നതിനൊക്കെ അറിയാത്തവരെ പോലെ ഉണ്ട്. അവർ പിൻപറ്റി. അത്ഫുൻ അലാ നബദ എന്നുള്ളത് അത് അത്ഫുൻ അലാ നബദ. ആ നബദ ഫരീഖും എന്ന് പറഞ്ഞില്ല കഴിഞ്ഞ ആയത്തിൽ, അതിന്മേൽ അത്ഫ് ചെയ്തിട്ടാണ്. നബദ ഫരീഖും എന്താണ്? മിനല്ലദീന ഊത്തുൽ കിതാബ് നൽകപ്പെട്ട കൂട്ടരിൽ നിന്നും ഉള്ള ഒരു വിഭാഗം വലിച്ചെറിഞ്ഞു. പിന്നെന്ത് ചെയ്തു? അവർ പിൻപറ്റുകയും ചെയ്തു. അതാണ് അത്ഫുൻ മഅ്തൂഫാണ് അലാ നബദ. മുമ്പ് കഴിഞ്ഞ നബദ എന്നതിന്മേലെ അത്ഫ് ചെയ്യപ്പെട്ട പദമാണ്. എന്തിനവർ പിൻപറ്റുകയും ചെയ്തു? ഒന്നിനെ തത്തുലു ഓതി കേൾപ്പിച്ച തത്തുലു എന്ന് വെച്ചാൽ ഓതി കേൾപ്പിക്കുന്നതെന്നാണ്. അതായത് മുലാരി ആണെങ്കിൽ ഇവിടെ അർത്ഥം എന്താണ്? മാലിയാണെന്ന് പറയാൻ വേണ്ടി തലത്ത് ഓതി കേൾപ്പിച്ച അശയാത്തീൻ പിശാചുകൾ ഓതി കേൾപ്പിച്ച ഒന്നിനെ അവർ പിൻപറ്റി. എപ്പോൾ? അല അഹദി കാലഘട്ടത്തിൽ, അതായത് മുൽക്ക് സുലൈമാൻ നബി അലൈഹി സ്വലാം രാജാവായിരുന്നു. അദ്ദേഹത്തിൻ്റെ രാജഭരണ കാലഘട്ടത്തിൽ ശൈത്താന്മാർ പിശാചുകൾ ഓതി കേൾപ്പിച്ച് എന്താണോ ആ ഒന്നിനെ അവർ പിൻപറ്റി. മിനസ്സിഹിരി ആ ഒന്ന് എന്തിനാൽ? മാരണത്താൽ. വക്കാനത്ത്
ആ ശൈത്താന്മാരായിരുന്നു. ദഫനത്തു, അതിനെ കുഴിച്ചു മൂടിയായിരുന്നു. തഹ്ത കുർസിഹി, സുലൈമാൻ നബി അലൈഹി സ്വലാമിൻ്റെ കുർസിയും സിംഹാസനത്തിൻ്റെ താഴെയായിട്ട്. ലമ്മ നസഅ മുൽക്കുഹു, അദ്ദേഹത്തിൻ്റെ രാജാധികാരം ഊരിപ്പോയപ്പോൾ, അതായത് മരണപ്പെട്ടല്ലോ അപ്പോഴേക്കും. ഔ അല്ലെങ്കിൽ കാനത്ത് തസ്തരിക്കുസം, അവർ ഈ എന്താണ് കട്ട് കേൾക്കുക. തസ്തരിക്കുസം എന്ന് വെച്ചാൽ അവർ കട്ട് കേൾക്കുന്നവരായിരുന്നു ഈ ശൈത്താന്മാരെ. ഓരോ കാര്യങ്ങൾ ഈ മലക്കുകളൊക്കെ ഓരോ കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അള്ളാഹുവിൻ്റെ നിർദ്ദേശങ്ങളും പലതരം വർത്തമാനങ്ങളൊക്കെ ഇങ്ങനെ അറിയിച്ചറിയിച്ചു കൊടുക്കും. അപ്പോൾ ഇതിന് പോയിട്ട് കട്ട് കേൾക്കുന്നവരായിട്ട് സൂറത്ത് ജിന്നിലൊക്കെ അതിനെപ്പറ്റി വ്യക്തമായിട്ട് പരാമർശിക്കുന്നുണ്ട്. അപ്പോൾ അവർ കട്ട് കേൾക്കുന്നവരായിരുന്നു. എന്നിട്ട് തളർന്നു, അവർ എന്ത് ചെയ്യുമായിരുന്നു? ചേർക്കുമായിരുന്നു, കൂട്ടിച്ചേർക്കുമായിരുന്നു. ഇലിഹി, ആ കട്ട് കേൾക്കുന്ന അത് യഥാർത്ഥ വാർത്തയായിരിക്കും, അതിലേക്ക് അവർ കൂട്ടിച്ചേർക്കുമായിരുന്നു. അക്കാദീബ, കള്ള വാർത്തകളെയും കൂടെ കൂട്ടിച്ചേർക്കുമായിരുന്നു. എന്നിട്ട് വത്തുൽഖിഹി, അവരതിന് ഇടുമായിരുന്നു. ഇലൽ കഹനത്തി, ആരിലേക്ക് ഇട്ട് കൊടുക്കുമായിരുന്നു? ജ്യോത്സ്യന്മാരിലേക്ക് ഇട്ട് കൊടുക്കുമായിരുന്നു. അങ്ങനെ ഫയദൂനൂനഹു, ആ ജ്യോത്സ്യന്മാർ അതിനെന്തായി? മതമാക്കി. ആ ജ്യോത്സ്യന്മാർ അതിനെ ഒരു മതചര്യയായിട്ട് എടുക്കുകയും ചെയ്യുമായിരുന്നു. അപ്പോൾ അവർ കട്ട് കേൾക്കുകയോ എന്തൊക്കെ ചെയ്യും? കട്ട് കേൾക്കും. എന്നിട്ട് അത് ജ്യോത്സ്യന്മാരിലേക്ക് ഇട്ട് കൊടുക്കും. ജ്യോത്സ്യന്മാർ അതിനൊരു ഒരു സംഹിത രൂപത്തിലാക്കും. മതസംഹിത എന്നല്ല, ഒരു മതരൂപത്തിലാക്കും. ഒരു മതാനുചാരമായിട്ട് ആളുകൾക്കെതിരെ അവർ പ്രചരിപ്പിക്കും. അങ്ങനെ ഫഷാ ബാലിക്ക്, അത് പ്രചരിച്ചു. ഫഷാ, വ്യാപകമായി. ഏത് വിഷയം? എന്താ വ്യാപകമായ? അന്നൽ ജിന്ന, നിശ്ചയം ഈ ജിന്നിലുള്ള ഭൂതവർഗം അവർ താലമുള്ള വൈബിനെയൊക്കെ മനസ്സിലാക്കുന്നു. വൈബിനെ അവരറിയുന്നു. ശരിക്കും ഇവർക്കറിയോ വൈബെന്നറിയില്ല. ഇവർ കട്ട് കേൾക്കും, പിന്നെ ഓരോ കളവും കൂടി ചേർത്ത് വെക്കായിരുന്നു ഈ പിശാചുക്കൾ. അങ്ങനെ ഇങ്ങനൊരു സംഗതി എന്താണ് പ്രചരിച്ചു. ഈ ജിന്നുകൾക്ക് എന്തറിയാം? വൈബ് അറിയാമെന്നുള്ള സംഗതി. അങ്ങനെ ഫജമ സുലൈമാൻ നബി അലൈഹി സ്വലാം ഒരുമിച്ച് കൂട്ടി. സുലൈമാൻ നബി ഒരുമിച്ച് കൂട്ടി എന്ത്? അൽ കുത്തുബ, ഈ കിതാബുകളൊക്കെ. അതായത് ഈ ജിന്നുകൾ കട്ട് കേട്ടിട്ട് കുറേ കളവും കൂടി ചേർത്തിട്ട് ഈ കഹനത്തിന് കൊടുത്തില്ലേ? കഹനത്ത് എന്ന് വെച്ചാൽ ജ്യോത്സ്യന്മാർ, ജമ്മാണ് കേട്ടോ. കാഹിനിൻ്റെ ഖദമത്ത് പോലെ കഹനത്ത്. അപ്പോൾ അവർക്ക് കൊടുക്കാറുണ്ട്. അവരങ്ങനെ ഒരു മതരൂപത്തിലാക്കി എന്ന് പറഞ്ഞു. അപ്പോൾ അവർ കിതാബുകളൊക്കെ ഒരുപാട് കൂടോത്രത്തിൻ്റെ ഗ്രന്ഥങ്ങളൊക്കെ ഉണ്ടാക്കി. അപ്പം സുലൈമാൻ നബി അലൈഹി സ്വലാം ഈ കൂടോത്രമൊക്കെ ഉള്ള ഗ്രന്ഥങ്ങൾ ഒരുമിച്ച് കൂട്ടിയിട്ട് ദഫനഹ, അതിനെ കുഴിച്ചു മൂടി. അങ്ങനെ ഫലമ്മ മാത്ത, ബഹുമാനപ്പെട്ടവർ മരണപ്പെട്ടപ്പോൾ ദല്ലത്തി ഷെയ്താത്തീനു, ഷെയ്ത്താന്മാർ അറിയിച്ചു. അലിഹ, അങ്ങനത്തെ കിതാബുകളുടെ മേലെ അറിയിച്ചു. അതായത് അങ്ങനത്തെ ഗ്രന്ഥം ഉണ്ട് എന്ന് അന്നാസ് ജനങ്ങൾക്ക് അറിയിച്ചു കൊടുത്തു. അങ്ങനെ ഫസ്തഖ്റജൂഹ, ജനങ്ങൾ അതിനെ പുറപ്പെടുവിച്ചു. സുലൈമാൻ നബി അലൈഹി സ്വലാമിൻ്റെ എന്താണ് സിംഹാസനമുള്ള സ്ഥലത്തു നിന്നും അതിനെ കുഴിച്ചെടുത്തു എന്ന്. അങ്ങനെ ഫവജദൂഫിയ, അവർ ആ കിതാബുകളിൽ എത്തിച്ചു. ആ സിഹിറ, മാരണത്തെ എത്തിച്ചു. ഫഖാലു, എന്നിട്ട് ഈ ജിന്നുകൾ എന്താ പറഞ്ഞറിയോ? ഇന്നമാ മലക്കും, നിങ്ങളെ ഭരിച്ചത്, നിങ്ങൾ രാജാവായിട്ട് സുലൈമാൻ നിന്നല്ലോ. സുലൈമാൻ നിങ്ങൾക്ക് രാജാവായത് എങ്ങനെയാണ്? ബിഹാദ, ഇതുകൊണ്ട് മാത്രമാണ്. അദ്ദേഹത്തിന് രാജാവാകാൻ കഴിഞ്ഞ ഈ മാരണങ്ങൾ കൊണ്ട് മാത്രമാണ്. അത്രയും ശക്തിയുള്ള മാരണമാണ് ഇത്. അതുകൊണ്ട് ഫതഅല്ലമു, നിങ്ങൾ അതിനെ പഠിച്ചോട്ടോ എന്ന് ശൈത്താന്മാർ ജനങ്ങളോട് പറഞ്ഞു. അങ്ങനെ വറഫദു, അവർ വലിച്ചെറിഞ്ഞു, അവർ ഒഴിവാക്കി. കുതുബ അംബിയാഹിം, അവരിലേക്ക് നിയോഗിക്കപ്പെട്ട ബനി ഇസ്രായേലായിരുന്നില്ല, ബനി ഇസ്രായേലിലേക്ക് നിയോഗിക്കപ്പെട്ട നബിമാരുടെ കിതാബുകൾ, ബഹുമാനപ്പെട്ട ഓരോ നബിമാർ, തൗറാത്തും മറ്റും ഒക്കെ എന്തായി, ഏടുകളൊക്കെ എന്തായി, അവർ വലിച്ചെറിഞ്ഞു, ഒഴിവാക്കി. അല്ലാഹു തആല പറഞ്ഞു തബരിഅത്തൻ, എന്തായിട്ട്? തബരിഅത്തൻ, കുറ്റവിമുക്തനാക്കി കൊണ്ട് പറഞ്ഞു. ആരെ കുറ്റവിമുക്തനാക്കാൻ വേണ്ടി? സുലൈമാൻ നബി അലൈഹി സ്വലാമിന്. അതായത് സുലൈമാൻ നബി ഒന്നും കുറ്റം തന്നിട്ടില്ല, സുലൈമാൻ നബി മരണക്കാരനായിരുന്നില്ല എന്നൊക്കെ കുറ്റവിമുക്തനാക്കാൻ വേണ്ടി അള്ള പറഞ്ഞത്. വറദ്ദൻ അല യഹൂദി, ജൂതന്മാർക്ക് എതിരെ ഒരു മറുപടിക്ക് വേണ്ടി അള്ള പറഞ്ഞു. ഫീ കൗല, അവരുടെ കൗലിൽ അവരെന്താ പറഞ്ഞു? ജൂതന്മാരെന്താ പറഞ്ഞു? ഉന്ദുറൂ, നിങ്ങൾ നോക്ക്, ഇലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക്. യദ്കുറു, അദ്ദേഹം പറയുന്നു സുലൈമാനെ പറയുന്നു. ആരുടെ കൂട്ടത്തിലായിട്ട്? ഫിൽ അംബിയായി, നബിമാരുടെ കൂട്ടത്തിലായിട്ട്. ഒമാ കാരൻ, സുലൈമാൻ ആയിരുന്നില്ല, ഇല്ല സാഹിറാ, ഒരു മാരണക്കാരനല്ലാതെ ആയിരുന്നില്ല. സുലൈമാൻ ഒരു മാരണക്കാരൻ മാത്രമായിരുന്നല്ലോ. എന്നിട്ട് സുലൈമാനെ മുഹമ്മദ് നബിമാരുടെ കൂട്ടത്തിലായിട്ട് എണ്ണുന്നു എന്ന് ആര് പറഞ്ഞു? ജൂതന്മാർ. അപ്പോൾ ജൂതന്മാർക്കൊരു മറുപടി കൊടുക്കാനും സുലൈമാൻ നബി അലൈഹി സ്വലാമിനെ കുറ്റവിമുക്തനാക്കാൻ വേണ്ടി അന്നെന്താ പറഞ്ഞത്? ഒമാ കഫറ സുലൈമാൻ നബി അലൈഹി സ്വലാം നിഷേധിച്ചിട്ടില്ല, സത്യനിഷേധിയായിട്ടില്ല. അതായത് ലം യഅമലി സിഹർ, എന്താണ്? സിഹറിനെ പ്രവർത്തിച്ചിട്ടില്ല. ലിഅന്നഹു, കാരണം സിഹർ എന്നുള്ളത് എന്താണ്? കുഫറാണ്. അപ്പം സിഹർ വെച്ചിട്ടില്ല. പിന്നെ അതായത് അവരുടെ ശരീരത്തിൽ അങ്ങനെയായിരുന്നു, എന്താണ്? സിഹർ ചെയ്താൽ കാഫിറാവും. അപ്പം സിഹർ ചെയ്തിട്ടില്ല. അപ്പം സുലൈമാൻ നബി കാഫിറും അല്ല.
വലാക്കിൻ വലാക്കിന്ന ബി തസ്തീദ് വദ്ദഖ്ഫി രണ്ട് ഖിറാഅത്താണ് വലാക്കിൻ എന്നും വലാക്കിന്ന എന്നുള്ളത്. വലാക്കിന്ന ഷയാത്തീന പക്ഷേ ഷെയ്ത്താന്മാര് പിശാചുക്കൾ കഫറു അവരാണ് എന്താണ് കാഫിരീങ്ങളായത് സത്യം നിഷേധിച്ചത്. യുഅല്ലിമൂന അവർ തന്നെ ആയ നിലക്ക് പഠിപ്പിക്കുന്നവരായ നിലക്ക് അന്നാസ് ജനങ്ങൾക്ക് അസിഹറ മാരണത്തെ ഗൂഢോത്രത്തെ അൽ ജുംലത്ത് ഇവിടുത്തെ ഈ ജുംല ഉണ്ടല്ലോ യുഅല്ലിമൂന അന്നാസു സിഹറ എന്നുള്ള ജുംല ഹാലും മിൻ ലമീർ കഫറു കഫറു എന്നുള്ള ലമീറുടെ വാവ് ലമീർ എന്നുള്ള ഹാലാണ്. അവർ തന്നെ സിഹറിനെ പഠിപ്പിച്ചു കൊടുക്കുന്നവരായ നിലക്ക് ശൈത്തന്മാരെന്ത് ചെയ്തു സത്യം നിഷേധിച്ചു എന്ന്. വയുഅല്ലിമൂനഹും അവർക്ക് പഠിപ്പിച്ചു കൊടുത്തു ശൈത്താന്മാർ ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുത്തു മാ ഒന്നിന് ഉൻസിൽ മലക്കൈൻ രണ്ട് മലക്കുകൾക്ക് മേൽ ഇറക്കപ്പെട്ട അതായത് അൽഹമാഹു എന്താണ് അൽഹമാഹു അല്ല ഉൽഹിമാഹു അവർക്ക് രണ്ടർക്കും തോന്നിപ്പിച്ചു കൊടുത്തു. അവർക്ക് ഇൽഹാം മുഖേന നൽകപ്പെട്ട ഈ രണ്ട് മലക്കുകൾക്കും അതിന് നൽകപ്പെട്ടിട്ടുണ്ട്. ആ ഉൽഹിമാഹു എന്നുള്ള ഹൂ നമീർ ഇങ്ങോട്ട് മടക്കുക മായിലേക്ക് മടക്കിയാൽ മതി. ആ ഒന്നെന്തിനാൽ മിനസിഹിരി മാരണത്താൽ അപ്പോൾ അവർക്ക് രണ്ടർക്കും എന്തെല്ലോ മാരണം തോന്നിപ്പിച്ചു കൊടുത്തിട്ടുണ്ട് ഇൽഹാം മുഖേന. അങ്ങനെ ആ ഇൽഹാമിനെ എന്താണ് ആ ഇൽഹാമിൻ്റെ മേൽ എന്ത് ചെയ്തു അവർ അങ്ങനെ ആ ഇൽഹാമിലൂടെ കിട്ടിയ ആ സിഹറിനെ അവർ പഠിപ്പിച്ചെടുത്തു ജനങ്ങൾക്ക്. അപ്പോൾ കുരിയ ബി കസർ ലാമിനെ കസർ ചെയ്തിട്ടാണ് ഓതപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ ഓതപ്പെട്ടിട്ടുണ്ട്. മലക്കൈനി എന്നല്ലാതെ മലിക്കൈനി എന്ന് കിറാത്തുണ്ട്. അപ്പോൾ അത് ദുർബലമായ കിറാത്തായിരിക്കണം. അതുകൊണ്ടായിരിക്കും മജ്ഹൂലിൻ്റെ രൂപം ഉപയോഗിച്ചത്. അങ്ങനെയുള്ള അൽ കാഇനൈൻ എങ്ങനെയുള്ള രണ്ട് മലക്കുകൾ ഉള്ളവരായ മലക്കുകൾ ബാബിൽ എന്ന ദേശത്തുള്ളവരായ രണ്ട് മലക്കുകളുടെ മേൽ ഇറക്കപ്പെട്ട ഒന്നിനെ അവർ പഠിപ്പിച്ചു കൊടുത്തു. അപ്പോൾ ബാബില എന്നുള്ള എന്താണ് സിഫത്താണ് എന്നറിയിക്കാൻ വേണ്ടിയാണ് അൽ കാഇനൈനി എന്ന് കൊടുത്തത്. അൽ കാഇനൈനി ആ മലക്കിൻ്റെ സിഫത്തായിട്ട് കൊടുത്തത്. അൽ മലക്കൈനി അൽ കാഇനൈനി ഉള്ളവരായ രണ്ട് മലക്കുകൾ എവിടെ ബാബിൽ എന്ന ദേശത്ത്. ബാലത്തുൻ അതൊരു നാടാണ് ബാബിൽ. ഫി സവാദിൽ ഇറാഖിലുള്ള ഇറാഖിലെ പ്രാന്ത പ്രദേശത്തുള്ള ഒരു സ്ഥലമാണ്. ഏത് നാടാണ് ബാബിൽ. ഇറാഖ് എന്ന് വെച്ചാൽ ടൗൺ ആണല്ലോ. അപ്പോൾ ടൗണിലുള്ള പ്രാന്ത പ്രദേശം ഉണ്ടാവും. ടൗണിലുള്ള തന്നെ ഉള്ള സ്ഥലം അതിലുള്ള ഒരു നാടാണിത്. അത് ഏതാണ് ആ മലക്കുകൾ? ഹാറൂത്തും മാറൂത്തുമാണ് ബദല് അഥവാ അല്ലെങ്കിൽ അത്ഫ് ബയാൻ അഥവാ ബദലാകുമ്പോൾ അഥവാ എന്നർത്ഥം വെക്കുക, അല്ലെങ്കിൽ അത്ഫ് ബയാൻ രണ്ടു വെച്ചാലും കുഴപ്പമില്ല. അതായത് ഹാറൂത്തിൻ്റെയും മാറൂത്തിൻ്റെയും മേൽ ഇറക്കപ്പെട്ട എന്ന് വെക്കാം. അൽ മലക്കൈനി രണ്ട് മലക്കുകൾ. എന്നാൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു ഹുമാ അവർ രണ്ടുപേരും സാഹിറാനി രണ്ട് മാരണക്കാരാണ്. അവർ രണ്ടുപേരായിരുന്നു യുഅല്ലിമാനി സിഹർ അവർ രണ്ടുപേരും മാരണക്കാരൊക്കെ ആയിരുന്നു. യുഅല്ലിമാനി സിഹറിനെ എന്താക്കുന്ന പഠിപ്പിച്ചു കൊടുക്കുന്ന വക്കീല എന്താണ്. എന്നാൽ മറ്റൊരു പറയുന്നതാണ് മലക്കാന് രണ്ട് മലക്കുകൾ തന്നെയാണ്. ഉൻസില അവർ രണ്ടുപേരും ഇറക്കപ്പെട്ട തഅലീമിഹി അതിനെ പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടി ഇബ്തിലാഅൻ ഒരു പരീക്ഷണത്തിന് വേണ്ടി മിനല്ലാഹി അല്ലാഹുവിൽ നിന്നും ലിന്നാസി ജനങ്ങളെ. അപ്പോൾ അല്ലാഹ് ജനങ്ങളെ പരീക്ഷിക്കാൻ വേണ്ടി അവർക്ക് എന്താണ് ഇത് പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടി ഈ രണ്ട് മലക്കുകളെ ഇറക്കപ്പെട്ടാണെന്നൊരു അഭിപ്രായം. എന്നാലും വയമാ യുഅല്ലിമാനി അവർ രണ്ടും പഠിപ്പിച്ചിട്ടൊന്നുമില്ല. മിൻ സായിദിയായ മിന്നാണ്. അപ്പം മിൻ അഹദിൻ ഒരാൾക്കും അവർ രണ്ടുപേരും പഠിപ്പിച്ചു കൊടുത്തില്ല. വമാ യുഅല്ലിമാനി അവർ രണ്ടും പഠിപ്പിച്ചു കൊടുത്തില്ല. മിൻ അഹദി ഒരാൾക്കും പഠിപ്പിച്ചു കൊടുത്തില്ല. ഹത്താ ഏതുവരെ ഹത്താ യഖൂല അവർ രണ്ടുപേരും പറയുന്നിടം വരെ ലഹു ഈ അഹദിനോട് അതായത് ഓരോരുത്തരോട് പറയുന്നിടം വരെ എന്തായിട്ട് ഗുണകാംക്ഷയ്ക്ക് വേണ്ടി അവർ രണ്ടുപേരും പറയും. ഓരോ പഠിക്കാൻ വേണ്ടി വരുന്ന ഓരോരുത്തരോട് അവർ പറയുന്നത് ഇന്നമാ നഹ്നു ഫിത്ന ഞങ്ങൾ ഫിത്നയാണ് കേട്ടോ, ഞങ്ങളെന്താണ് വലിയ പരീക്ഷനാണ് മിനല്ലാഹി അള്ളാഹുൽ നിന്നും ലിന്നാസ് ജനങ്ങൾക്ക് അള്ളാഹുവിൽ നിന്നുള്ള ഒരു പരീക്ഷനാണ് കേട്ടോ. ഞങ്ങൾ കേവലം പരീക്ഷണം മാത്രമാണ്. എന്തിനു വേണ്ടിയാണ്? ലിയംതഹിനഹും അള്ളാഹു അവരെ പരീക്ഷിക്കാൻ വേണ്ടി, അതായത് ജനങ്ങളെ അള്ളാഹ് പരീക്ഷിക്കാൻ വേണ്ടി. എങ്ങനെ ബിതാരീമിഹി അവർക്ക് പഠിപ്പിച്ചു കൊടുക്കലുകൊണ്ട് ഈ സിഹറിനെ പഠിപ്പിച്ചു കൊടുത്തിട്ട് അവർ ചെയ്യുമോ ഇല്ലയോ എന്നൊക്കെ അറിയാൻ വേണ്ടി അവർ പഠിക്കുമോ. സിഹർ ചെയ്താലെന്താവും? കാഫിറാവുമല്ലോ. അപ്പോൾ അള്ളാഹ് പരീക്ഷിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ അയച്ചത്, അതുകൊണ്ട് നിങ്ങൾ പഠിക്കേണ്ടെന്നുള്ള രൂപത്തിൽ ഈ രണ്ട് മലക്കളും പറയുമായിരുന്നു എന്ന്. അങ്ങനെ പറഞ്ഞിട്ടേ അവർ പഠിപ്പിച്ചു കൊടുക്കാമായിരുന്നുള്ളൂ. അങ്ങനെ ഫമൻ താലമോ എന്നിട്ട് പറയും ഫമൻ താലമോ ആരെങ്കിലും പഠിച്ചാൽ കഫർ അവൻ സത്യനിഷേധിയാകും. അമ്മൻ തറക്കഹോ ആരെങ്കിലും അവൻ അതിനെ ഒഴിവാക്കിയാൽ ഈ എന്താണ് പഠിക്കലിനെ ഒഴിവാക്കിയാൽ ഫഹോ മുഅ്മിൻ അവൻ സത്യവിശ്വാസിയാണ്. അതുകൊണ്ട് നിങ്ങൾ പഠിക്കാൻ നിൽക്കണ്ട. ഫലാ തക്ഫർ അതുകൊണ്ട് നിങ്ങൾ എന്താവണ്ട കാഫിരീങ്ങളാവല്ലേ ബി തഅല്ലുമി അതിനെ പഠിക്കൽ കൊണ്ട്. ഫൈൻ അബാ ഇനി ആരെങ്കിലും അപ്പം അത്രയും പറയും. ഇനി ഫൈൻ അബ ആരെങ്കിലും വിസമ്മതിച്ചാൽ ഇല്ല താലീമ പഠിപ്പിക്കലിനല്ലാതെ പഠിപ്പിച്ചു തരണം തന്നെ ശാഠ്യം പിടിച്ചാൽ അല്ല മഹവ രണ്ടുപേരും അയാൾക്ക് എന്താ പഠിപ്പിച്ചു കൊടുക്കും. അങ്ങനെ ഫയത്ത് അല്ലമൂന അങ്ങനെ അവർ പഠിച്ചു. മിൻഹും ആ രണ്ട് മലക്കുകളിൽ നിന്നും അല്ലെങ്കിൽ ആ രണ്ട് സാഹചര്യങ്ങളിൽ നിന്നും
രണ്ട് സാഹിറുകളിൽ നിന്നും ഒന്നിനെ യുഫരിക്കൂന അവർ വേർപെടുത്തും ബിഹി ആ ഒന്നുകൊണ്ട് ബൈനൽ മർ ഇ സൗജിഹി ഒരു ഒരാളുടെയും അയാളുടെ ഭാര്യയുടെയും ഇടയിൽ വേർപിരിക്കാൻ പോലും ശേഷിയുള്ള ഒരു മരണത്തെ അവർ രണ്ടുപേരിൽ നിന്ന് ആളുകൾ പഠിച്ചെടുക്കുമായിരുന്നു. എങ്ങനെയാണ് ബി അയ്യുബല കുല്ലൻ ഓരോരുത്തരെയും അയ്യുബല കുല്ലൻ ഓരോരുത്തരെയും എന്താക്കലും കൊണ്ട് ദേഷ്യം പഠിപ്പിക്കലും കൊണ്ട് ഇലൽ ആഹറ മറ്റേ ആളിലേക്ക്. അപ്പം ഭാര്യയ്ക്ക് ദേഷ്യം ഉണ്ടാക്കുക ഭർത്താവിനോട്, ഭർത്താവിന് ഭാര്യയോടും ദേഷ്യം ഉണ്ടാക്കി കൊടുക്കുക. അങ്ങനത്തെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ദേഷ്യം ഉണ്ടാക്കാൻ ഉതകുന്ന തരത്തിലുള്ള സിഹറിനെ പഠിച്ചെടുത്തു എന്ന്. എന്നാൽ വമാഹും ഐ സഹറത്തു എന്നാൽ അവർ ഈ മാരണക്കാർ വിവാഹീനെ അവർ ഉപദ്രവം വരുത്തുന്നവരല്ല ബിഹി അതുകൊണ്ട് ബിസിഹരി അതായത് സിഹർ കൊണ്ട് ഉപദ്രവം വരുത്താൻ അവർക്ക് കഴിയൂല എന്ന്. മിൻ സായുധ ഇവിടെ മിന്ന് സായുധയാണ്. ഒരാൾക്കും ഉപദ്രവം അവർക്ക് വരുത്താൻ കഴിയുന്നതല്ല. എന്തുകൊണ്ടല്ലാതെ ഇല്ല ഇതില്ല അള്ളാഹിൻ്റെ ഇതിന് കൊണ്ടല്ലാതെ അള്ളാഹിൻ്റെ സമ്മതം ബിറാത്തി അള്ളാഹുവിൻ്റെ ഉദ്ദേശം കൊണ്ടല്ലാതെ അവർക്ക് ഒരാൾക്ക് ഒരു പ്രയാസം വരുത്താൻ സാധിക്കില്ല എന്ന് അള്ളാഹ് ഉദ്ദേശിക്കുന്നതുകൊണ്ടാണ് സിഹറും വിജയിക്കുന്നതെന്ന്. വയതഅല്ലമൂന അവരെ പഠിച്ചെടുക്കുന്നു. ഒന്നിനെ എൽറുഹും ഫിൽ ആഖിറത്തിൽ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒന്നിനെയാണ് അവർ പഠിച്ചെടുക്കുന്നത്. എന്നാൽ വലാ യൻഫഉഹും അവർക്ക് യാതൊരു ഉപകാരവും ചെയ്യാത്ത, അവർക്ക് ശരിക്കൊരു ഉപകാരമില്ല, എന്നാൽ ആഖിറത്തിൽ അവർക്ക് ദോഷവും ചെയ്യും. ഈ സിഹർ ചെയ്യുന്ന ആളുകൾക്ക് ശിക്ഷ ഉണ്ടാവുമല്ലോ ആഖിറത്തിൽ. അങ്ങനെയുള്ള ഒന്നിനെയാണ് അവർ പഠിച്ചെടുക്കുന്നത് കേട്ടോ. വഹുവ സിഹർ ആ ഒന്നേതാണ് സിഹറാണ്, മരണമാണ്, കൂടുതലാണ്. വലഖദ് ലാമ കസമിൻ്റെ ലാമാണ്. വലഖദ് അലിമു സത്യമായിട്ടും അവർ മനസ്സിലാക്കിയിട്ടുണ്ട്. യഹൂദികൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ലമൻ ഇവിടുത്തെ ലാമ് ഇബ്തിദാൻ്റെ ലാമാണ്. അപ്പം സത്യമായിട്ടോ തീർച്ചയായിട്ടും എന്ന് അർത്ഥം വരും. അല്ലിഖത്തുൻ ലിമാ ഖബലഹ അതിൻ്റെ മുമ്പുള്ള ഒന്നിനോട് ബന്ധപ്പെട്ടതാണ്. അതായത് വലഖദ് അലിമു അലിമു എന്നതിനോട് ബന്ധപ്പെട്ടതാണ് ഈ ലാമ. അതാണ് മുഅല്ലിഖത്തുൻ മുഅല്ലഖത്തുൻ ലിമാ ഖബലഹ അതിൻ്റെ മുമ്പുള്ള ഒന്നിനോട് ബന്ധപ്പെടുത്തപ്പെട്ടതാണ്. ഇനി പിന്നെന്താണ് വമൻ അതിലുള്ള ലമൻ എന്നുള്ള ആ മഞ്ഞുണ്ടല്ലോ അത് മൗസൂലയാണ്. ശേഷമുള്ള അപ്പോൾ സിലയായിരിക്കും. അപ്പം വലഖദ് അലിമു സത്യമായിട്ട് അവർ മനസ്സിലാക്കിയിട്ടുണ്ട്. ലമൻ തീർച്ചയായും ഒരുത്തൻ എന്താണെന്ന് ഇസ്തറാഹു അതിനെ വാങ്ങിയൊരുത്തൻ, ഈ മരണത്തെ വാങ്ങിയെടുത്ത് വെച്ചാൽ ഇസ്തറാഹു മരണത്തെ തിരഞ്ഞെടുത്തു. അതിനെ ഒഴിവാക്കാം അല്ലെങ്കിൽ പഠിക്കായിരുന്നു, പക്ഷെ അതിനെ പഠിക്കാൻ വേണ്ടി തിരഞ്ഞെടുത്തു. അപ്പോൾ അല്ലെങ്കിൽ ഇസ്തബദലഹു അതിനെ പകരാക്കി തന്നെ അർത്ഥമാക്കാം. അതിനെ പകരാക്കി ബി കിതാബില്ല അള്ളാഹിൻ്റെ കിതാബിന് പകരമായിട്ട്. അപ്പോൾ അള്ളാഹുവിൻ്റെ കിതാബ് തൗറാത്തിനെ അവർ ഒഴിവാക്കിയിട്ട് എന്ത് ചെയ്തു, അവർ ഈ മരണക്കാരുടെ കിതാബിനെ അവരെടുത്തു. അപ്പം അള്ളാഹുവിൻ്റെ കിതാബിനെ ഒഴിവാക്കി അതിന് പകരം എന്തിനെടുത്തു, മരണക്കാരുടെ കിതാബിനെ എടുത്തു. എങ്ങനെയാണെങ്കിലും അതിനെ വാങ്ങിയൊരുത്തൻ മാലഹു അവനില്ല ഫിൽ ആഖിറത്തിൽ പാരത്രിക ലോകത്തിൽ മിൻ ഖലാഖ് യാതൊരു വിഹിതവും നസീബിൻ ഒരു വിഹിതം ഇല്ല. ഇവിടെ മിന്നെന്താണ് ജായതയാണ്. അപ്പം മിൻ ഹലാക്ക് എന്ന് വെച്ചാൽ നസീബ് ഒരു വിഹിതവും ഇല്ല. നസീബിൻ ഫിൽ ജന്ന സ്വർഗത്തിൽ. അപ്പോൾ സത്യമായിട്ടും ജൂതന്മാർ മനസ്സിലാക്കിയിട്ടുണ്ട് അതിന് ആരാണോ ഈ സിഹറിനെ വാങ്ങിയത് അവന് ആഹാരത്തിൽ സ്വർഗത്തിൽ യാതൊരു വിഹിതവും ഇല്ല എന്നവർ മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോൾ അലിമു എന്നതിനോട് ബന്ധപ്പെട്ടതാണ് ഈ ലമൻ, അതിലെ ലാമ്. പിന്നെ മൻ എന്നുള്ളത് മൗസൂലാണ്. ശേഷമുള്ള ഇസ്തറാഹു എന്നുള്ളത് സിലയാണ്. പിന്നെ മാലഹൂഫിൽ ആഖിറ എന്നുള്ളത് ആ മഞ്ഞിന് മുബത്തയായിട്ട് വരും, നല്ല ഖബറായിട്ട് വരും. എന്തായാലും എത്ര മോശമാണ് ഒന്നിനാൽ. അപ്പം വലബി ഇസയിലുള്ള ആ ഫായിൽ എന്താണ്, മുസ്തതറായ ലമീറാണ്. വലബി ഇസ അതെത്ര മോശം. എന്നുള്ളത് തമീസാണ്. ആ മുസ്തതറായ ലമീറിന് തമീസ് ചെയ്യാൻ വേണ്ടിയുള്ളതാണ്. അതുകൊണ്ട് മായ്ക്ക് ഷെയ് എന്ന് പറഞ്ഞത്. അപ്പം അതെത്ര മോശം ഒന്നിനാൽ. ആ ഒന്നെന്താണ്, ഷറവു ബാഉ അവർ ഷറവു എന്ന് വെച്ചാൽ വാങ്ങി, അവർ വിറ്റു ബിഹി അതിന് പകരമായിട്ട് അംഫുസഹും അവരുടെ നഫ്സുകളെ, അതായത് അവരുടെ സ്വശരീരങ്ങളെ വിറ്റു എന്ന്. അവരുടെ സ്വശരീരങ്ങളെ വിറ്റു എന്ന് വെച്ചാൽ പറയുന്നുണ്ട് ഐ ഷാരീന്, അതായത് എന്താണ് അവർ തന്നെ വാങ്ങുന്നവരായ നിലക്ക് അതായത് എന്തിനാണ് അവർ പകരമാക്കിയത്, ഹല്ലഹ അതിൻ്റെ വിഹിതത്തെ അൻഫുസഹം അവരുടെ സ്വശരീരങ്ങളെ കളഞ്ഞിട്ടാണ് ഇത് പകരം വാങ്ങുന്നത്. എന്തിനാണ് അവർ കളഞ്ഞ ഹല്ലഹ സ്വന്തം ശരീരങ്ങൾക്ക് കിട്ടേണ്ട ഹല്ലിനെ വിഹിതത്തെ മിനൽ ആഖിറത്തിൽ നിന്നുള്ള അവർക്ക് കിട്ടേണ്ട ആ വിഹിതത്തെ എന്താണ്, ആ വിഹിതത്തിന് പകരമായിട്ട് അവരെന്തിനാ വാങ്ങിക്കൂട്ടി, എന്തോ ഒന്നിനെ വാങ്ങിക്കൂട്ടിയില്ലേ, ആ ഒന്നിനാൽ അവർ ചെയ്ത അത് എത്ര മോശം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് തഅല്ലമൂഹു അവരതിനെ പഠിച്ചില്ല, മരണത്തെ പഠിച്ചില്ല, അത് എത്ര മോശം. അതാണ് മഖ്സൂസും ബിദ്ദം ആക്ഷേപം കൊണ്ട് പ്രത്യേകമാക്കപ്പെട്ടെന്നാണ് തഅല്ലമൂഹു എന്നുള്ളത്. ഹൈസു എപ്പോൾ ഔജബ ലഹും നാർ, ഹൈസു ഏത് നിലക്ക്
ഔജബ അള്ളാഹു നിർബന്ധമാക്കി ലഹും അവർക്ക് അന്നാറ നരകത്തിൽ നിർബന്ധമാക്കി, അല്ലെങ്കിൽ ഊജിബ ലഹും ഉന്നാറു ലൗക്കാനു യാലമൂൻ അവരെങ്ങനെ അറിഞ്ഞിരുന്നെങ്കിൽ ഹക്കീക്കത്ത യാഥാർത്ഥ്യത്തെ ആ ഒന്നിന് യസീറൂന അവരായിത്തീരും ഇലേഹി ആ ഒന്നിലേക്ക് മിനൽ അദാബി ശിക്ഷയാൽ അവരൊരു ശിക്ഷയിലേക്ക് മടങ്ങിപ്പോവല്ലോ. ആ ശിക്ഷയുടെ യാഥാർത്ഥ്യത്തെ പറ്റി അവരെങ്ങനെ മനസ്സിലാക്കിയിരുന്നെങ്കിൽ മാ തഅല്ലമൂ അവരതിനെ പഠിക്കുമായിരുന്നില്ല കേട്ടോ. വല്ലാത്ത കഷ്ടം. വലോ അന്നഹും അവരായിരുന്നെങ്കിൽ അയിൽ യഹൂദ് അതായത് ജൂതന്മാരായിരുന്നെങ്കിൽ എന്തായിരുന്നെങ്കിൽ ആമനൂ ബിൻ നബി വൽ ഖുർആൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ടും ഖുർആനെ കൊണ്ടും വിശ്വസിച്ചിരുന്നെങ്കിൽ വത്തഖവൂ അവ സൂക്ഷ്മത പാലിക്കുകയും ചെയ്തിരുന്നെങ്കിൽ സൂക്ഷിക്കുകയും ചെയ്തിരുന്നെങ്കിൽ ഇഖാബ് അള്ളാഹിൻ്റെ ശിക്ഷയെ തൊട്ട് ബിതറക്കി മആസിഹി അള്ളാഹുവിനോട് എതിര് പ്രവർത്തിക്കലിനെ ഒഴിവാക്കൽ കൊണ്ട് കസീരി മരണം പോലെ. അപ്പോൾ ജവാബ് ലവ് ഇവിടുത്തെ ലവിൻ്റെ ജവാബില്ലേ അതേതാണ് മഹദൂഫ് കളയപ്പെട്ടതാണ്. അപ്പോൾ അതെങ്ങനെയാണ് ഐ ല ഉസീബൂ അങ്ങനെ എങ്ങനെ അവർ വിശ്വസിക്കുകയും അതിനെ ഈ അള്ളാഹുവിൻ്റെ ശിക്ഷയത്തോട്ട് സൂക്ഷിക്കുകയൊക്കെ ചെയ്തിരുന്നെങ്കിൽ ല ഉസീബൂ തീർച്ചയായിട്ടും അവർക്ക് പ്രതിഫലം ലഭിച്ചേനേ എന്ന്. അപ്പം അതങ്ങനെ പറഞ്ഞില്ല, അതിൻ്റെ ജവാബിനെ പറഞ്ഞില്ല. പക്ഷെ ദല്ലാലി ആ ജവാബിൻ്റെ മേലെ അറിയിച്ചിട്ടുണ്ട് എന്ത് ല മസൂബത്ത് എന്നുള്ള പദം സവാബുൻ മസൂബത്ത് എന്താണ് സവാബുൻ പ്രതിഫലമാകുന്നത് വഹു മുബത്തത്. ഇപ്പം ഇവിടെ എന്താണല്ലോ മസൂബത്ത് അതിൻ്റെ ജവാബായിട്ട് വന്നതല്ലേ, പക്ഷേ ജവാബിനെ മേലെ അറിയിക്കുന്നുണ്ട്. പക്ഷെ എന്താണ് ഇവിടുത്തെ തറക്കീബ് മുബത്തതാണ്. വഹുവ മുബത്തദ ഉൻ പ്രതിഫലമാകുന്നത് വല്ലാമു ഫിഹി അതിലുള്ള ലാം എന്താണ് ലിൽ ഖസമിന് വേണ്ടിയുള്ളതാണ്. അപ്പോൾ സത്യമായിട്ടും പ്രതിഫലമാകുന്നത് മീൻ എന്തില്ല അങ്ങനെയുള്ള പ്രതിഫലം അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്നുള്ള പ്രതിഫലം, സത്യമായിട്ട് അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നുള്ള പ്രതിഫലം ഖൈറുൻ അതെന്താണ് ഏറ്റവും നല്ലതാണ്. അല തഫ്ദീലാണല്ലോ ഏറ്റവും നല്ലതാണ്. ഖബർഹു അതിൻ്റെ ഖബറാണ്. അപ്പം അഖീർ എന്നാണ് അതിൻ്റെ ഒറിജിനൽ ഉണ്ടാവുക. അതിങ്ങനെ ഉപയോഗിച്ച് അഖീർ എന്നും അഷർ എന്നുള്ളത് ഷറായത് അങ്ങനെ തന്നെയാണ്. പിന്നെ ഏറ്റവും നല്ലതാണെന്നല്ല കൂടുതൽ നല്ലതാണ് എന്തിനേക്കാൾ മിമാ ഒന്നിനേക്കാൾ ഷറൗ അവർ വാങ്ങി ബിഹി അതിനെ വാങ്ങി അൻഫുസം അവരുടെ നെഫ്സുകൾക്ക് പകരമായിട്ട് അതിനെ വാങ്ങി അവരുടെ നെഫ്സിന്, അതായത് നെഫ്സിന് കിട്ടാനുള്ള ഓഹരിനെ കളഞ്ഞിട്ട് എന്താക്കുക അവർ വേറൊന്നിനെ വാങ്ങിയില്ലേ, അങ്ങനെ ഒന്നും വാങ്ങിയില്ലേ. ആ ഒന്നിനേക്കാൾ നല്ല എന്താണ് അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നുള്ള പ്രതിഫലമാണ്. ലൗകാനി അലമോൻ അവരെങ്ങാനും മനസ്സിലാക്കിയിരുന്നെങ്കിൽ അന്നഹു അത് ഖൈറുൻ ഏറ്റവും ഉത്തമമാണെന്ന് ലിമ ഒന്നിന് ആസറുഹു അവർ തിരഞ്ഞെടുത്തു അലഹി അതിനേക്കാൾ. അപ്പം അവർ എന്താണ് അവർക്ക് എന്താണ് ഇത് കിട്ടുന്നതിനേക്കാൾ അവരെ തിരഞ്ഞെടുത്തല്ലോ വേറെന്തിനാ അതിനേക്കാൾ ഉത്തമമാണ് അതെന്നെങ്ങാനും അവർ അറിഞ്ഞിരുന്നെങ്കിൽ യായു ഹല്ലദീന ആമനു അല്ലേ സത്യവിശ്വാസികളെ ലാത്തക്കൂലു നിങ്ങൾ പറയില്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് റായിന എന്ന് പറയല്ലേ. അത് അമ്രും മിനൽ മുറാ എന്ന പദത്തിലുള്ള റായിനാണ്. മുറാത്തിന് ചില പരിഗണിക്കാന്നാണ്. കാനു എന്നാൽ പരിഗണിക്കാന്നാണ്. റായിന എന്ന് വെച്ചാൽ റായി പരിഗണിക്കുക കേട്ടോ, ഞങ്ങളെയും പരിഗണിക്കുകയെന്ന് പറയാം. അപ്പം അങ്ങനെ നിങ്ങൾ എന്ത് വേണ്ട നബിതങ്ങളോട് റായിന എന്ന് പറയരുത്. അതിൻ്റെ പ്രശ്നം കാനു അവരായിരുന്നു യഖൂലൂൻ ലഹു നബിതങ്ങളോട് പറയാനുണ്ടായിരുന്നു ദാലിക അതിന്. അത് പ്രശ്നമൊന്നും ഇല്ലായിരുന്നു ശരിക്കും. റായിന ഞങ്ങളെയും കൂടെ പരിഗണിക്കണേ നബിയെ എന്നാണ് അർത്ഥം. പക്ഷെ വഹിയ ഈ റായിന എന്നുള്ള പ്രയോഗം ഉണ്ടല്ലോ അത് ബിലുഗത്തിൽ യഹൂദി ജൂതന്മാരുടെ ഭാഷയിൽ എന്താണ് സബ്ബുൻ ഒരു ആക്ഷേപമാണ്. അവരുടെ ആക്ഷേപത്തിനും കൂടെ എന്ത് ഉപയോഗിക്കും റായിന എന്ന് ഉപയോഗിക്കും. പിന്നെ റുഊനത്ത് അതെന്തിൽ നിന്ന് വരുന്നതാണ് റുഊനത്ത് എന്ന പദത്തിൽ നിന്നും വരുന്നതാണ്. അങ്ങനെ ഫസുറു അവർ സന്തോഷിച്ചു ജൂതന്മാർ വിധാലിക്ക് അതിനൊക്കെ ഉണ്ട്. അതായത് നബിയുടെ കൂടെയുള്ള ആളുകളൊക്കെ റായിന എന്ന് പറയുമ്പോൾ അവർക്ക് സന്തോഷമായി. കാരണം റായിന എന്നുള്ളത് അവരുടെ ഭാഷയിൽ എന്താണ് മോശമാണ്, മോശർത്താണ്, ആക്ഷേപമാണ്. അപ്പോൾ അവരങ്ങനെ സന്തോഷിച്ചു. അങ്ങനെ വഹാത്തബൂ ബിഹ അവരെന്ത് ചെയ്യാൻ നബിതങ്ങളെ അഭിസംബോധന ചെയ്യായിരുന്നു ഈ റായിന എന്നതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ. അങ്ങനെ ഫനുഹിയൽ മുഅ്മിനൂന മുഅ്മിനീങ്ങൾ എന്തായി നിരോധിക്കപ്പെട്ടു അൻഹാ അതിനെ തൊട്ട് ഈ റായിന എന്ന് പറയുന്നതിനെ തൊട്ട്. എന്നിട്ട് അവരോട് എന്താ പറഞ്ഞ് അഖൂലു നിങ്ങൾ പറയണേ ബദലഹ ഈ റായിന എന്ന പദത്തിന് പകരമായിട്ട് ഉൻലുർന എന്ന് പറയണേ ഞങ്ങളെ നോക്കണേ നബിയേ എന്നാണ് അർത്ഥം. അതായത് ഉൻലുറിനെ ഞങ്ങളിലേക്കൊന്ന് നോക്ക് നബിയേ അങ്ങനെ പറഞ്ഞാൽ റായിന എന്ന് പറയണ്ട. കാരണം അവരുടെ ഭാഷയിൽ അതൊരു ആക്ഷേപമാണല്ലോ. വസ്മഉ നിങ്ങൾ കേൾക്കണേ മാ ഒന്നിന് തുമറൂന നിങ്ങളോട് കൽപ്പിക്കപ്പെടുന്നു ബിഹിയ ഒന്നിനെ കൊണ്ട് അതിനെ കേൾക്കണം. സമാ കബൂൽ സ്വീകാര്യതയുടെ കേൾവി. വലിൽ കാഫിരീങ്ങൾ കൊണ്ട് അദാബുൻ അലീം വേദനാജനകമായ ശിക്ഷ മുഅ്ലിമുൻ അതേതാണ് ഹുവന്നാർ അത് നരകമാണ്. ഇൻഷാ അല്ലാഹ്.